ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ നീലമാധവ് സത്സംഗിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ ഡെയിലി ഉള്ള ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ അധ്യായം, രണ്ട് തരത്തിലാണ് ആദ്യത്തെ അധ്യായത്തിനെ നമ്മൾ കണ്ടത്. ഒന്ന് യുദ്ധ നിരീക്ഷണം. അതില് രണ്ടുപേര്, അതായത് അർജുനനും പിന്നെ ദുര്യോധനനും എങ്ങനെയാണ് യുദ്ധ നിരീക്ഷണം നടത്തിയത് എന്നും ആ യുദ്ധ നിരീക്ഷണം കൊണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നും കാണുകയുണ്ടായി. അതിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗമായിരുന്നു. അപ്പോ ഒന്നാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചത്? ഇമോഷൻസിന് അല്ലെങ്കിൽ ശാരീരികമായ ബന്ധം കൊണ്ട് മുന്നിലുള്ള പോരാളികളെ കണ്ട് അർജുനന് ഉണ്ടായ വിഷാദമായിരുന്നു എന്ത് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ അവസാനം കണ്ടു. അപ്പൊ അർജുനൻ എന്ത് സംഭവിച്ചു? അർജുനന്റെ ശരീരം ദുർബലമാകുന്നു എന്ന് പറയുന്നു, കയ്യിലുള്ള ഗാണ്ഡീവം വഴുതി വീഴുന്നു എന്ന് പറയുന്നു, യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല, ഗുരുക്കളെ ഒന്നും കൊല്ലാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരെയോ മറ്റുള്ളവരെയോ ഒക്കെ കൊന്നിട്ട്, ധാർത്തരാഷ്ട്രന്മാരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? ഇതൊക്കെയാണ് ചോദിക്കുന്നത്, അർജുനൻ ചോദിക്കുന്നത്. നമ്മള് ഇന്നലെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾ കണ്ടു. ഈ സംശയങ്ങൾക്ക്, അർജുനന്റെ എന്താണ് വാദങ്ങൾക്ക് ഭഗവാൻ എങ്ങനെയാണ് ഭഗവത്ഗീതയിൽ ഉടനീളം എന്ത് ചെയ്യുന്നത്? മറുപടി പറഞ്ഞുകൊണ്ട് അർജുനനെ തന്റെ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ബോധനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രബുദ്ധനാക്കുന്നത് എന്നാണ് ഭഗവത്ഗീത അതിന്റെ ആദ്യത്തെ ശ്ലോകം. അതായത് ഭഗവാൻ പശ്യ എന്ന് മാത്രമേ നേരത്തെയുള്ള ഒന്നാമത്തെ അധ്യായത്തില് അർജുനനോട് പശ്യ, കാണൂ, ഇതൊക്കെയാണ് നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും ഭഗവാൻ ഉച്ചരിച്ചിട്ടില്ല. എല്ലാം അർജുനനാണ് പറയുന്നത്. അപ്പോ എന്താണ് രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം മുതലാണ് എന്ത് സംഭവിക്കുന്നത്? ഭഗവാൻ തന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ മനോഹരമായ ശ്ലോകമാണ്. അപ്പോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും വൃത്തന്മാരെയും പ്രണമിച്ചു. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത
स्वामिन्निधि नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे हरे राम 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 हरे ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് കടക്കാം. ഗീതാ വിഷയ സംഗ്രഹം ഇത് പറയൂ. ആദ്യത്തെ ശ്ലോകം നിങ്ങൾ ഇന്നലെ കേട്ടു. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ ആകുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉവാച മധുസൂദന. അതായത് മധുസൂദനൻ തന്റെ സാരോപദേശം ഗീതോപദേശം ആരംഭിക്കുകയാണ്. ഇതാണ് ശ്രീ ഭഗവാൻ ഉവാച കുതസ്ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ശ്രീ ഉവാച കുതസ്ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ഒന്നും കൂടി. ശ്രീ ഭഗവാൻ ഉവാച കുതസ്ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. The Supreme Personality of Godhead said, "My dear Arjuna, you have these impurities. How have these impurities come upon you? They are not at all befitting a man who knows the values of life. They lead not to higher planets, but to infamy." Krishna and the Supreme Personality of Godhead are identical. Therefore, Lord Krishna is referred to as Bhagavan throughout the Gita. Bhagavan is the ultimate in the absolute truth. The absolute truth is realized in three phases of understanding, namely Brahman, or the impersonal all-pervasive spirit, Paramatma, or the localized aspect of the Supreme within the heart of all living entities, and Bhagavan, or the Supreme Personality of Godhead, Lord Krishna. In the Srimad Bhagavatam, this conception of the absolute truth is explained thus: Vadanti tat tattvavidas tattvam yajnanamadvayam brahmeti paramatmeti Bhagavan iti shabdyate. നമുക്ക് വളരെ നീളമുള്ള ഒരു പർപ്പോട്ട് ആയതുകൊണ്ട് നേരെ നമുക്ക് വേഴ്സിലേക്ക് കടക്കാം. ശീല പ്രഭുപാദ് ഇവിടെ എന്താണ്, നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ശ്ലോകത്തിന്റെ വാക്യാർത്ഥത്തിലേക്ക് കടക്കാം അല്ലേ. ഭഗവാൻ ചോദിക്കുന്നു, ശ്രീ ഭഗവാൻ ഉവാച, ആരോട്? അവിടെ വിഷണ്ണനായിട്ട് ആ രഥത്തിന് ഗാണ്ഡീവവും താഴെയിട്ട് അശ്രുപൂർണനായിരിക്കുന്ന അർജുനനോട് ചോദിക്കുന്നു, കുതസ്ത്വാ കശ്മലം ഇതം. എന്താണ് അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നു ചേർന്നത്? എന്താണ് ഇംപ്യൂരിറ്റി? കശ്മലം. കുതസ്ത്വ, എവിടെ നിന്നാണ് വന്നു ചേർന്നത്? എന്താണ് വന്നു ചേർന്നത്? കശ്മലം ഇതം. ഇപ്രകാരമുള്ള മാലിന്യങ്ങൾ എവിടെ നിന്നാണ് നിനക്ക് വന്നു ചേർന്നത്? അതോ വിഷമേ സമുപസ്ഥിതം. മാലിന്യങ്ങൾ വന്നു ചേർന്നത് പോട്ടെ, അത് സാധാരണ സമയത്താണെങ്കിൽ ഓക്കെ, പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. ഇപ്പൊ എന്താണ്, അർജുനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് നടക്കാൻ പോകുന്നത്, ജീവിതത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യുദ്ധം. ആ യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് എന്താണ് വിഷമേ സമുപസ്ഥിതം. ഈ വിഷമഘട്ടത്തിൽ, അത്യാഹിത ഘട്ടത്തിൽ, ഈ ക്രൈസിസിന്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് നിനക്ക് ഈ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ വന്നു ചേർന്നത് അർജുന? ഇത് നിന്നെപ്പോൾ ഒരാൾക്ക് യോജിച്ചതല്ല. അനാര്യജുഷ്ടം, ഇത് ആര്യന്മാർക്ക് യോജിച്ചതല്ല. അസ്വർഗ്യം, അതുകൊണ്ട് നിനക്ക് എന്തുണ്ടാവുകയില്ല, ഹയർ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ചാൻസ് പോലും ഉണ്ടാവുകയില്ല. അകീർത്തികരം, ഈ പോകുന്ന കാര്യം മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ, അപ്പൊ ഇവിടെ താമസിക്കുമ്പോഴോ നിനക്ക് കീർത്തിയും ഉണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ഇൻഫേമി അല്ലെങ്കിൽ എന്താണ് ഇംപ്യൂരിറ്റി എന്തുകൊണ്ടാണ് അർജുന നിനക്ക് വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
എന്താണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്? മനുഷ്യജന്മം എന്ന് പറയുന്നത് സാധാരണ മൃഗങ്ങളെ പോലെ അല്ല. എന്താണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു? ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യം ഏതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാന. എന്താണ് ലക്ഷ്യം? തിരികെ ഭഗവത് ധാമത്തിലേക്ക്, പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചാലേ പറ്റുകയുള്ളൂ. വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോയി മൂല്യങ്ങൾ മറന്നുപോയാൽ നടക്കുകയില്ല എന്നാണ് ഈ ശ്ലോകം അർജുനനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ആത്മീയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അനാര്യ ജുഷ്ടം. ഇത് ആര്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? സിവിലൈസ്ഡ് ബീയിങ്സ് എന്നാണ് പ്രഭുപാദ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? പേഴ്സൺ ഹു നോ ദ വാല്യൂ ഓഫ് ലൈഫ് ആണ് ആര്യൻ. ആ പദത്തിന് പലതരത്തിലും പല ആൾക്കാരും വിവക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥത്തിനകത്ത് നിൽക്കാം. എന്താണ് അനാര്യ ജുഷ്ടം? ഈ ആര്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അർജുന, നിന്നെ കുറിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഈ നൈമിഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ഗാന്ധീപവും കളഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആര്യന്മാർക്ക് യോജിച്ചതാണോ എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. അതായത് ഈ മൂല്യങ്ങൾ ഇല്ലെങ്കിൽ നിനക്ക് ഒരു ഉന്നത ഗതിയെ പ്രാപിക്കാൻ പറ്റുകയില്ല. മൃഗശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു സദ്ഗതിയെ പ്രാപിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആര്യന്മാർക്ക് യോജിച്ച വിധത്തിൽ നീ പെരുമാറണം എന്നാണ് ഭഗവാൻ അർജുനനോടും നമ്മളോടും പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അസ്വർഗ്യം എന്താണ്? സാധാരണ ഇവിടെ വന്നിട്ട് അർജുനനോട് ആദ്യമേ ഭഗവാൻ ഭഗവത്ഗീത ഫുള്ള് ഉപദേശിച്ചിട്ട് അവസാനം പരിശുദ്ധ ഭക്തിയുടെ സേവനം, അതായത് സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അതാണല്ലോ അവസാനം ഭഗവാൻ അർജുനന് കൊടുക്കുന്ന കൺസൈസ്ഡ് അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയും നമ്മൾ. എല്ലാത്തിന്റെയും ചുരുക്കെഴുത്ത് എന്താണത്? ശരണാഗതി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അർജുനനോട് ശരണാഗതിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തിടത്തോളം അർജുനന് അങ്ങനെ ഒരു ലക്ഷ്യത്തെ കുറിച്ച് അറിയാൻ വഴിയില്ല, അല്ലെ? അപ്പോ എന്താണ് ഇപ്പൊ അർജുനന്റെ ലക്ഷ്യം? അർജുനൻ പറയുന്നു, കഴിഞ്ഞ അധ്യായത്തിൽ പറയുന്നു, അഥവാ എനിക്ക് സ്വർഗപ്രാപ്തി കിട്ടിയാലും എന്ത് പ്രയോജനം എന്ന്. അതായത് വീരസ്വർഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് വീരസ്വർഗം എന്ന് പറയുന്നത്? ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്ത് അഥവാ അയാൾ മരിച്ചു പോവുകയാണെങ്കിലും അയാൾക്ക് ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലാണ് പ്രവേശനം ലഭിക്കുക എന്നാണ് മരണശേഷം എന്ന് പറയപ്പെടുന്നു, അല്ലെ? അപ്പൊ ഭഗവാൻ ഇത് പറയുന്നു, നിനക്ക് അങ്ങനെയായിരുന്നു. അതായത് നിന്റെ കർത്തവ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങോട്ടായിരുന്നു പോവാനുണ്ടായിരുന്നത്? സ്വർഗ്യം. അപ്പോ ഇത് ചെയ്യാതെ ഇരിക്കുമ്പോ അസ്വർഗ്യം അല്ലേ? അതായത് നിനക്കൊരു ഹയർ ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമോ? ഇനി ഹയർ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. എന്ത് സംഭവിക്കും? അകീർത്തികരം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതേ പോലെ ഒരു വില്ലാളി വീരൻ, ഒരു ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വാരിയർ ഈ പ്രകാരം ദുഃഖത്തിന് അധീനനായിട്ട് ഹൃദയ ദൗർബല്യം ബാധിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അകീർത്തിയെ ഉണ്ടാക്കുകയുള്ളൂ. ഇവിടെ ജീവിക്കുമ്പോഴും നിന്നെ വീഴുമെന്ന് വിചാരിക്കും. ഇതാണ് അർജുനനോട് ആദ്യം ഭഗവാൻ പറയുന്ന വാക്ക്. നമ്മൾ വിചാരിക്കും കഷ്ടം, ഇത്രയും സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനോട് ഭഗവാൻ ആദ്യമേ എന്തിനാണ് ഇങ്ങനെ വെറുതെ വഴക്ക് പറയുന്നത്? ഇങ്ങനെയാണോ ഒരാളെ ഉപദേശിക്കേണ്ടത്? ഭഗവാന് കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു, അർജുന അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ഇങ്ങനെ വഴക്ക് പറയേണ്ട ആവശ്യമല്ലോ ഉണ്ടായിരുന്നോ എന്ന് ആൾക്കാർ ചോദിക്കും. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം എന്തിനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് എന്ന്. ഖശ്മലം ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഭഗവാൻ ചോദിക്കുന്നു, എവിടെ നിന്നാണ് നിനക്ക് ഈ മാലിന്യങ്ങൾ വന്നു ചേർന്നത്? എന്താണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്? മാലിന്യങ്ങൾ. എന്താണ് ഒരാളുടെ സ്വഭാവത്തിന്, അതായത് ഞാൻ എന്നൊരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ ഒരാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. അർജുനനെ പോലുള്ള ഒരു വ്യക്തിയെ ഒരാൾ മനസ്സിലാക്കുന്നത് എന്താണ്? അയാളുടെ സ്വഭാവം കൊണ്ടാണ്. വളരെയധികം ദൃഢനിശ്ചയമുള്ള,
ഏത് യുദ്ധത്തിലും പങ്കെടുത്ത് ധൈര്യത്തോടു കൂടി വിജയിക്കാമെന്ന് ഉറപ്പുള്ള ദൃഢനിശ്ചയമുള്ള വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ. സ്വഭാവം അല്ലെ, നമ്മളുടെ സ്വഭാവത്തെ നിർവചിക്കുന്നത് നമ്മളുടെ, അതായത് നമ്മെ നിർവചിക്കുന്നത് നമ്മുടെ സ്വഭാവമാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ആരാണ് എന്ന് വെളിവാക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. വളരെയധികം സൗമ്യനും വളരെയധികം ലോലഹൃദയനുമായിട്ടുള്ള ഒരു വ്യക്തി ക്ഷമാശീലനൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഒരാളോട് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ കാണുന്നു. വളരെ പെട്ടെന്ന് അയാൾ എന്തോ ചോദിച്ചു, ഉടനെ ഇദ്ദേഹം അയാളുടെ സ്വഭാവത്തിന് ചേരാത്ത വിധം എന്ത് ചെയ്യുകയാണ്, വടവടാന്ന് അയാളെ വഴക്ക് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ മനസ്സ് ചിന്തിക്കുകയില്ലേ, അയ്യോ ഇത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ സ്വഭാവം വന്നത് എന്ന്. കാരണം നമ്മൾക്കറിയാവുന്ന ആൾ അതല്ലായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, പെട്ടെന്ന് ഒരു പ്രഷർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ അയാൾ നമ്മൾ പ്രതീക്ഷിച്ച അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, ഇത് നിനക്ക് യോജിച്ചതാണോ എന്ന് നമ്മളും ചോദിക്കും. അത് തന്നെയാണ് അർജുനനോട് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. കൃഷ്ണനും അർജുനനോട് ഇത് തന്നെയാണ് പറയുന്നത്. അർജുന, ഈ ദൗർബല്യം നിന്റെ സ്വഭാവമല്ലായിരുന്നുവല്ലോ, നീ വളരെയധികം വില്ലാളി വീരനായി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വാരിയർ ആണല്ലോ, പിന്നെ നീ ഇങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല അർജുന. ഇങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കുതസ്ത്വ കശ്മലം ഇതം. പിന്നെ അവരെ എന്തിനാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്? ഇങ്ങനെ അവരെ ഓർമ്മിപ്പിക്കുന്നത് ഉള്ളിലേക്ക് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശരിയാണോ തെറ്റാണോ ഈ ഹൃദയ ദൗർബല്യം കൊണ്ട് ചെയ്യുന്നത് എന്ന് അർജുനന് തോന്നണ്ടേ, അർജുനന് തെറ്റ് മനസ്സിലാവണ്ടേ. അർജുനൻ എന്താണ് ചെയ്യുന്നത്? ധർമ്മയുദ്ധത്തിൽ ഭഗവാനെ സഹായിക്കുക എന്നുള്ള കർത്തവ്യം ക്ഷത്രിയന്റെ കർത്തവ്യമാണ്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭഗവാൻ അർജുനനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അർജുനൻ സ്വന്തം ധർമ്മം മറന്നുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ബന്ധങ്ങളെ ഓർത്ത് ഹൃദയ ദൗർബല്യം വന്ന് യുദ്ധം ഉപേക്ഷിച്ചു പോകുക എന്ന് പറയുന്നത് ധർമ്മത്തിന് വിരുദ്ധമല്ലേ? അത് ചിന്തിക്കാൻ അർജുനന് എന്ത് വേണം? ഒരു എന്താണ്, ഒരു ഒരു വീണ് കിട്ടുന്ന ഒരു അവസരം വേണം. ആ അവസരത്തിന് വേണ്ടിയാണ് ഭഗവാൻ ആദ്യം അർജുനെ ചാസ്റ്റൈസ് ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവമല്ല ഇത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും സ്വന്തമായിട്ട് ഒന്ന് ഉള്ളിലേക്ക് ചിന്തിക്കാൻ അയാൾക്ക് പ്രചോദനം നൽകാനും വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇപ്രകാരം പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്താണ്, ഇതുപോലെ എന്തിനാണ് വന്നത് എന്ന് പോലും അറിയാൻ മേലാത്ത ചില ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? ചിന്ത തുടങ്ങുമ്പോഴേ നമ്മൾക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. ചിന്ത തുടങ്ങി അത് പ്രവർത്തികമാക്കി കഴിഞ്ഞിട്ട് തെറ്റും ചെയ്തു പോയി അതിന്റെ പുറത്ത് പ്രതിഫലവും കിട്ടിയതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അർജുനൻ യുദ്ധം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി സന്യാസം എടുത്തിട്ട് യുദ്ധവും തീർന്നു കഴിഞ്ഞിട്ട് കൃഷ്ണന് ഉപദേശം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ചെയ്യേണ്ട കാര്യം അപ്പൊ അർജുനൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളും ഈ പ്രകാരമാണ്. നമുക്കും ചിലപ്പോ എവിടുന്നെങ്കിലും ഒക്കെ പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും എന്തെങ്കിലും ചിന്തകളും ഒക്കെ വരും. അപ്പോ അയ്യോ ഇത് ഞാനല്ല, എന്റെ സ്വഭാവം ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെ ആകാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. ആ അവസരമാണ് അർജുനൻ ഇവിടെ ഭഗവാൻ വഴക്ക് പറഞ്ഞതിലൂടെ കിട്ടി. നമ്മളോടും ആൾക്കാർ വഴക്ക് പറയും. ചെറിയ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സീനിയർ ഡിവോട്ടീസും അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള കൂട്ടുകാരും നമ്മുടെ ഗുരുവും ആരെങ്കിലും ഒക്കെ നമ്മളെ വഴക്ക് പറയും. ആ വഴക്ക് എന്തിനാണ്? അവർ നമ്മളെ താഴ്ത്തിക്കെട്ടാനോ? അർജുനൻ ഇവിടെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കുമ്പോ ഭഗവാൻ അർജുനനെ കൂടുതൽ ദുഃഖിതനാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചോദിച്ചത്? ഇല്ല. ഇന്റേണലി തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഒരു ഉള്ളിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ അങ്ങനെ ഒരു വഴി കൊടുത്തത്. അതേപോലെ തന്നെ നമ്മളോടും ആരെങ്കിലും ഈ പ്രകാരം വഴക്ക് പറയുകയും ശാസിക്കുകയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതും ഈ പ്രകാരം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്നും കൂടി ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് തരുന്നത്. പിന്നെന്താ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും. കാരണം പ്രലോഭനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ റോഡിൽ കൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റോഡിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാകും? ഒരു യു ടേൺ വന്നു. ആ യു ടേൺ വരുമ്പോൾ നേരെ പോകേണ്ട നമ്മൾ എന്ത് ചെയ്തു? ടക്കനെ യു ടേൺ അടിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും എനിക്ക് വഴിതെറ്റി, ഞാൻ നേരെ പുറകോട്ട് പോയി.
ഇങ്ങനെയല്ല പക്ഷെ ജീവിതത്തില് ഡിസ്ട്രാക്ഷൻസ് വരുന്നത്. എങ്ങനെയാണെന്നറിയാമോ? നേരെ പോകുന്ന റോഡ് പതുക്കെ 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 തിരിയുള്ളൂ. ഈ തിരിയുന്നതിന്റെ ഡിഗ്രി ചെറുതായതുകൊണ്ട് തിരിയണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ അവസാനം തിരിഞ്ഞ് അത് വലിയ ഒരു വളവിലേക്ക് എന്ത് ചെയ്യും? പോയി കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വഴി തിരിഞ്ഞു പോയി, എനിക്ക് നേരെ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു പോയി? ചെറിയ ഡിഗ്രി തിരിഞ്ഞ് 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 എന്ത് സംഭവിച്ചു? മുഴുവൻ തിരിഞ്ഞു പോയി എന്ന്. പക്ഷെ അപ്പോഴേക്കും സമയം ലേറ്റ് ആവും. അപ്പോ ഒരു യൂട്ടേൺ പെട്ടെന്ന് എടുത്തു നമുക്ക് അപ്പൊ മനസ്സിലാകും ഇതെന്താണ് പ്രശ്നം. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രലോഭനങ്ങളും നമ്മൾ അടിപ്പെട്ടു പോകുന്നത് നിരുപദ്രവകരമല്ലേ? ഇത് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല. ഇത് നമ്മുടെ എന്താണ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിനൊന്നും എതിരെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഒരു ഡിഗ്രി തിരിയും, വീണ്ടും പതുക്കെ ഒരു ഡിഗ്രി തിരിയും, അതിൻ്റെ അകത്തു നിന്ന് വീണ്ടും തിരിയും. അങ്ങനെ തിരിഞ്ഞ് 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 അവസാനം എന്താകും? അതൊരു യൂ ടേൺ ആയി മാറും. ടേൺ അടിച്ചു കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാകുകയുള്ളൂ അയ്യോ ഞാൻ തിരിഞ്ഞു പോയി എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ചെറിയതായിട്ട് തിരിയുമ്പോഴേ ആരെങ്കിലും നമ്മളോട് മുന്നറിയിപ്പ് തരാനുണ്ടായാൽ, ഭഗവാനെ പോലെ നമുക്ക് മുന്നറിയിപ്പ് തരാനുണ്ടായാൽ അയ്യോ ശരിയായിരുന്നു, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ, ഇനിയും കറക്റ്റ്, കാരണം ചെറുതായിട്ടല്ലേ തിരിഞ്ഞുള്ളൂ, അപ്പോ നേരെ പോകാനുള്ള സാധ്യത ഇനിയും ഉണ്ട്. അതുകൊണ്ട് അപ്പൊ വഴക്ക് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അഭ്യുദയകാംക്ഷിയാണ് എന്നാണ് പറയുന്നത്. അപ്പോ അത് എന്നെ തന്നെ ഒരു ഉൾക്കാഴ്ച, അതായത് ഇന്റേണലി ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അർജുനന്റെ കാര്യത്തിൽ ഭയങ്കര അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ധീരനാണ്. ഇപ്രകാരം ബലഹീനനായിട്ട് അവിടെ ഇരുന്ന് എവിടെ ഏത് സമയത്താണ്? അതും അർജുനന്റെ ജീവിതത്തിലെ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്ന സമയത്താണ്. അത് അർജുനന്റെ സ്വഭാവമാണോ? ഇല്ല. കൃഷ്ണൻ പറയുന്നില്ല അർജുന, ഇത് നിന്റെ സ്വഭാവമല്ല, നീ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. വിടൂ ഈ ബലഹീനതയെ, ഉപേക്ഷിക്കൂ ബലഹീനതയെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ളതാണ് നിനക്ക് എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഫസ്റ്റ് ശ്ലോകം തന്നെ ചാസ്റ്റൈസ്മെന്റ് ആകുന്നത് അതുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അർജുനന്റെ അഭ്യുദയകാംക്ഷം, അതിനു വേണ്ടിയിട്ടാണ്. ശ്രീ ഭഗവാൻ ഉവാച. ആരാണ് പറയുന്നത് ഇത്? ശ്രീ ഭഗവാൻ. വെറും ആളല്ല, വെറും ഒരാള്. നമ്മൾക്ക് സാധാരണ പുറം ലോകങ്ങളിൽ പലരെയും കാണാം, അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഇതും അനുസരിച്ച് അവർ ചിന്തിക്കുന്നത് വേർതിരിച്ചറിഞ്ഞ് അവരുടെയാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉപദേശം തരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതുപോലെയല്ല ഭഗവാനും ഭക്തന്മാരും നമ്മളെ ഉപദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സ്ക്രിപ്ചേഴ്സ്, അല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരമാണ് അവരെന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ചിന്തയും ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശവും ചിന്തയും ഒക്കെ ഒരേപോലെ തന്നെയാണ്. എന്താണ്? ശ്രീ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ. അതാണ് ശ്രീല പ്രഭുപാദ് ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ ആൻഡ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആർ ഐഡന്റിക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അർജുനൻ വന്നിട്ട് ഒരു ഹൃദയ ദൗർബല്യത്തിലേക്ക് വീണു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ട് ആദ്യമേ തന്നെ അർജുനനെ വഴക്ക് പറയുന്നത്. 3 വാക്കുകൾ ഉപയോഗിച്ച് വഴക്ക് പറയുന്നു. എന്ത് വാക്കുകളാണ്? അനാര്യജുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരം. ഇങ്ങനെ 3 വാക്കുകൾ. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ? ആര്യനെ പോലെ അല്ല നീ പെരുമാറും. ആര്യൻ, ഭഗവാൻ ഇനി അർജുനനെ ആര്യൻ എന്നുള്ള വംശത്തിൽ, കാരണം നമുക്ക് ആര്യൻ സിവിലൈസേഷൻ, ആര്യ സമാജം, ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമല്ലേ നമുക്ക് ആര്യൻ എന്നതിനെ കുറിച്ച് അറിയുകയുള്ളൂ. അതൊക്കെ എക്സ്റ്റേണൽ മീനിങ് ആണെന്നാണ് പ്രഭുപാദ് പറയുന്നത്. ആര്യൻ എന്നതിന് പല വാക്കുകളും ഉണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ട വാക്ക് എന്നാണ്. കാലത്തിനനുസരിച്ച് ചില വാക്കുകൾ ദുരുപയോഗം ചെയ്ത് അതിന്റെ യഥാർത്ഥ അർത്ഥം മറന്ന് ഇപ്പോഴ് ആളുകൾ കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥമാണ് ചില വാക്കുകൾക്കുണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, ജർമ്മനിയില് നാസി ഭരണകാലത്ത് സ്വസ്തിക ചിഹ്നം അവിടെ വളരെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. അതൊരു ക്രൂരമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന്റെ ഓർമ്മയായതുകൊണ്ട് അതിനുശേഷം ജർമ്മനി ആ സ്വസ്തിക ചിഹ്നത്തിനെ വരെ ഉണ്ടാക്കി മാറ്റി. സ്വസ്തിക എന്നുള്ള വാക്കേ വരെ അവരവിടെ നിരോധിച്ചു. ആര്യൻ എന്നുള്ള വാക്കും അതേപോലെ എന്ത് താഴ്ത്തി കെട്ടപ്പെട്ടു പോയതാണ്. ആര്യൻ എന്നതിന്റെ അർത്ഥം
ലൈഫിന്റെ യഥാർത്ഥ ലക്ഷ്യം അറിയുന്നവൻ, അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളെ കുറിച്ച് അറിയുന്നവൻ, ആത്മീയ മൂല്യങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാണ് പ്രഭുപാദ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭഗവാനും ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ അർജുനൻ ഈ ആര്യൻ വർഗത്തിൽപ്പെട്ട ആളാണെന്നാണോ അർജുനനോട് ഭഗവാൻ പറയുന്നതല്ല. ആ ആര്യൻ എന്ന് അനാര്യ ജുഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ആൾക്ക് പറ്റിയതല്ല ഇങ്ങനത്തെ ചിന്ത അർജുന. ഭീരുവായിട്ട് യുദ്ധം ഉപേക്ഷിച്ചു പോകുക, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറയുന്നത് അർജുന അനാര്യജുഷ്ടമാണ് എന്ന് പറയും. അസ്വർഗ്യം അകീർത്തികരം. ഈ ലോകത്തിലും പരലോകത്തിലും നിനക്ക് ഇങ്ങനെ ഒരു ബിഹേവിയറും കൊണ്ട്, അതായത് യുദ്ധം ഉപേക്ഷിച്ചു പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സ്വഭാവത്തെ ത്യജിക്കൂ അർജുന, ഇത് നിനക്ക് ഒരു തരത്തിലും ചേർന്നതല്ല എന്ന് പറയും. അതാണ് 3 വാക്കുകൾ. എന്താണ് ഇപ്പൊ നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് പഠിച്ചത്? അർജുനനെ ആദ്യം ഭഗവാൻ വഴക്ക് പറയുന്നു. എന്ത് സംഭവിച്ചു അർജുനന്? ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം ഒക്കെ പറയും ഭഗവാൻ. അയ്യേ, എന്താണ് അർജുനനെ ഇത് ഹൃദയ ദൗർബല്യമാണ് അർജുന, ക്ഷുദ്രം, താൽക്കാലികമാണ്, ഇനി അതൊക്കെ വിട്ട് എഴുന്നേൽക്കൂ, ഉത്തിഷ്ഠ പരം തപ. കളിയാക്കിയതിനു ശേഷം അർജുനനെ വീഴ്ത്തുകയും ചെയ്യും, പരം തപ എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ഇതെല്ലാം വന്നിട്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അർജുനനോട് ഭഗവാന് അത്രയ്ക്കും സ്നേഹമുണ്ട് എന്നാണ്. ഭഗവാൻ മാലിന്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. കുതസ്ത്വാ കശ്മലം ഇതം. എന്താണ് കശ്മലം? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഡർട്ടിനെസ്. നമ്മൾ മലയാളത്തില് മാലിന്യം എന്ന് പറയും. എന്താണ് മാലിന്യം എന്ന് പറയുന്നത്? മാലിന്യം നീങ്ങുന്ന അവസ്ഥ നമുക്കറിയാം. എന്താണ്? പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. അതാണ് കൃഷ്ണാവബോധം കൊണ്ട് നമ്മൾ നേടണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇംപ്യൂരിറ്റീസ് വന്ന എന്താ പ്രശ്നം? കള്ളു കുടിച്ച് ആൽക്കഹോൾ എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റിക്കകത്ത് കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അയാള് ഒരു പൈറ്റോ ഒരു പെഗോ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ പണം, അയാളുടെ സ്ഥാനമാനങ്ങൾ, അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ ജീവിതം, എന്ത് വേണമെങ്കിലും അയാള് പണയം വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലുള്ള ഒരുപാട് ആൾക്കാരെ സ്ഥിരം കാണുന്നത് കൊണ്ടാണ്. വളരെയധികം വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് എന്ത് കുടിച്ച് 4 ദിവസം കുടിയോടുകൂടി അവരെ വീട്ടുകാര് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കും. എന്തിനാണ്? ടീ അഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് PhD ഒക്കെ എടുത്ത ആൾക്കാരാണ്. ഗവൺമെന്റിൽ വളരെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരാണ്. ആ മുറിയിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഈ വിദ്യാഭ്യാസം? എന്തിനാണ് അവർക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? അവരുടെ കുടുംബത്തിനോ അവരുടെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഈ ഒരു മദ്യം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് നന്നായിട്ട് അറിയാം. അറിയാൻ മേലാത്ത ആൾക്കാരൊന്നുമല്ല. പക്ഷെ എന്നാലും കൈ വിറച്ച് നെഞ്ചിടിപ്പും കൂടി നമ്മുടെ മുന്നിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ സഹതാപം തോന്നും. അയാളുടെ സ്ഥാനത്തെയോ മാനത്തെയോ സമ്പത്തിനെയോ ഒന്നിനെയും ബലം വെക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ അതെല്ലാം കൊണ്ടുപോയി പണയപ്പെടുത്തുന്നത്. അതാണ് ഇംപ്യൂരിറ്റീന്റെ പ്രശ്നം. ഒരു ഇംപ്യൂരിറ്റി നമുക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റുകയില്ല. 5 ദിവസം ചികിത്സിച്ച് ലോറാസിൽപാമും ക്ലോറഡൈസിപ്പോക്സൈഡും ഇതെല്ലാം കൊടുത്ത് അയാളുടെ ക്രേവിങ്സിനെ മാറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി 5ാമത്തെ ദിവസം എഴുന്നേറ്റ് പോകുമ്പോൾ അയാൾ ഒരു തീരുമാനമെടുക്കും, ഇനി ഞാൻ കുടിക്കില്ല ഡോക്ടർ എന്ന് പറയും. എന്ത് പറയും? കുടിക്കൂല എന്ന് പറയും. ചിലര് പാലിക്കും, ചിലര് ഈ പറച്ചിലും പിന്നെ അടുത്ത ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുന്നത് കാണും. അത് അവരുടെ ഡിറ്റർമിനേഷൻ എത്രയുണ്ടെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അഥവാ അയാൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റും അയാൾക്ക്, ആ സമയത്ത് ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യുന്നത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചിന്തിക്കാൻ പറ്റും. ഇതേപോലെയാണ് നമ്മളുടെ ഇംപ്യൂരിറ്റീസിന്റെ കാര്യം. നമ്മൾക്ക് എക്സ്റ്റേണൽ ഉള്ള മാലിന്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാര് ആണ് അല്ലെ? നമ്മൾക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാൻ തോന്നുകയില്ല, മറ്റു കാര്യങ്ങളൊന്നും ലഹരികളൊന്നും ഉപയോഗിക്കാൻ സാധാരണ ഭക്തന്മാർക്ക് അങ്ങനെ തോന്നുകയില്ല. തന്നെയല്ല അവര് അത് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് ചെയ്യാനും പറ്റുകയില്ല. റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് നിർബന്ധിതനായി എങ്കിലും അവരത് ഉപയോഗിക്കുകയില്ല. പക്ഷേ നമ്മൾക്കുള്ള ഇംപ്യൂരിറ്റീസ് എന്താണെന്ന് ഭഗവാൻ പറയുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം, ഇതുപോലുള്ള അനർത്ഥങ്ങൾ മാത്രമല്ല ഡിസ്ട്രാക്ഷൻസും ഇംപ്യൂരിറ്റി ആവാം. ശ്രദ്ധക്കുറവും നമ്മുടെ ഇംപ്യൂരിറ്റി ആവാം. എന്താണ് ഇവിടെ? അർജുനനും ശ്രദ്ധക്കുറവാണ് സംഭവിച്ചത്. സ്വന്തം ധർമ്മം എന്താണെന്ന് അർജുനന് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ അർജുനൻ എന്ത് ചെയ്തില്ല?
അതാണ് എന്റെ ധർമ്മം എന്നുള്ള ഏകാഗ്രമായിട്ടുള്ള ചിന്തയിൽ നിന്നും മാറിപ്പോയി, ബലഹീനമായി, ഹൃദയ ദൗർബല്യം വന്നു. ഇതൊക്കെ നമ്മൾക്കും വരാവുന്നതാണ്. ആ ഇംപ്യൂരിറ്റീസ് കാരണം വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോ എന്ത് ചെയ്യണം എന്ന് അറിയാതെ കൈമലർത്തും, അല്ലേ? ആ ഇംപ്യൂരിറ്റീസ് മനസ്സിലിരിക്കുന്നത് കൊണ്ട് കാമം, ക്രോധം, ലോഭം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുകയില്ല. കാരണം നമുക്ക് കോൺസെൻട്രേഷൻ, ഏകാഗ്രതയില്ല. ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യും, എന്നിട്ട് ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്തു കളയും. അർജുനനും ഇതുപോലെ തന്നെ ആയിരുന്നു. നമ്മളും അർജുനനും ജീവിതത്തിന്റെ യുദ്ധം ഫേസ് ചെയ്യുമ്പോൾ ഒരേപോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഗീത നമുക്കും അർജുനനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ മാലിന്യത്തെ ത്യജിക്കുന്നത് എങ്ങനെയാണെന്നാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെ ചെയ്യും? ആദ്യം മാലിന്യത്തിൽ വീഴാതെ സൂക്ഷിക്കണം. ഈ വീഴാതെ സൂക്ഷിക്കുന്നതാണ് ആദ്യത്തെ പ്യൂരിഫിക്കേഷനുള്ള ആദ്യത്തെ മാർഗം. എങ്ങനെ വീഴാതെ സൂക്ഷിക്കും? മാലിന്യത്തിൽ കിടക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലുമുള്ളവരെല്ലാം. പ്രഭുപാദ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ അന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇനി ഒരു അന്ധൻ നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റിനും മാലിന്യങ്ങളിൽ വീണ് കിടക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ സഹായം തേടിയിട്ട് ഒരു കാര്യവുമില്ല. ആരുടെ സഹായം തേടണം? ഒരു മാലിന്യവും ഏൽക്കാത്ത വ്യക്തിയുടെ സഹായം. അതാരാണ്? വിശുദ്ധ സത്വം എന്ന് അറിയപ്പെടുന്ന സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അതായത് മാലിന്യമേ തീണ്ടാത്ത ഒരേ ഒരാളെ ഉള്ളൂ. അദ്ദേഹം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നാൽ ഗുരു, അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്, അർച്ചാവിഗ്രഹം, അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് എന്താണ് നമ്മൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഭഗവാന്റെ രൂപം, ശാസ്ത്രം, സാധു, ഇതെല്ലാം വന്നിട്ട് ഭഗവാന്റെ ഈ ലോകത്തെ റെപ്രസെന്റേഷൻ ആണ്. ഇവരെല്ലാം ഭഗവാന്റെ സെയിം ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നവരാണ്? എക്സിബിറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ അർജുനന് എങ്ങനെയാണോ സാധിച്ചത്, അതേപോലെ ഭഗവാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. കുതസ്ത്വ കശ്മലമിതം, നമ്മളോടും ചോദിക്കും ഭഗവാൻ. കുതസ്ത്വ കശ്മലം ഇതം, നിനക്ക് എവിടെ നിന്നാണ് ഈ ഇംപ്യൂരിറ്റീസ് വന്നു പെട്ടത്? നീ എന്റെ കൂടെ ഗോലോക വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നവനാണ്. അവിടെ നിന്നും ആ ഒരു മാലിന്യം നിനക്ക് വന്നുപെട്ടത് കൊണ്ടാണ് ഇവിടെ ഈ മലിനമായിട്ടുള്ള സംസാര സാഗരത്തിൽ വന്ന് നിനക്ക് വിടേണ്ടതായിട്ട് വന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. കുതസ്ത്വ കശ്മലമിതം, അതും നിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എന്താണ് യുദ്ധം? മനുഷ്യജന്മം കിട്ടിയിട്ട് എന്താണ് സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ വികാരങ്ങൾ കടിമപ്പെട്ട് അർജുനനെ പോലെ ബലഹീനനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. വിഷമേ സമുപസ്ഥിതം. ഇനി ഒരു ജന്മം നമുക്ക് ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് ആരറിഞ്ഞു? അല്ലെങ്കിൽ അടുത്ത ജന്മം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമെന്നും ശീല പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമെന്നും ഭഗവാനെ കാണാൻ പറ്റുമെന്നും അർച്ചാ വിഗ്രഹത്തെ സേവിക്കാൻ പറ്റുമെന്നും എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഈ ജന്മം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട യുദ്ധം തന്നെയാണ്, ഭൗതികതയോടുള്ള യുദ്ധം. ഭഗവാൻ പറയുകയാണ്, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം. എന്നോടും പറയുകയാണല്ലോ, ഇതാണ് ഇത് നിനക്ക് ചേർന്നതല്ല, ഹരിപ്രിയ നിനക്ക് ചേർന്നതല്ല. എന്താണ് അനാര്യജുഷ്ടം? ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് പ്രഭുപാദിന്റെ പുസ്തകത്തിൽ കൂടെ നീ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലേ? വീണ്ടും ഇങ്ങനെ തെറ്റ് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭഗവാൻ പറയുകയാണ്, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം. സ്വർഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കത്തില്ല, തിരിച്ചു ഭഗവാന്റെ അടുത്ത് പോകണം എന്നായതുകൊണ്ട്. സ്വർഗം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ഹയർ ഡെസ്റ്റിനേഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ചിന്തിക്കാം. അകീർത്തികരം, ശരിയാണ്. ഈ കുറിയും തിലകവും അണ്ടിമാലയും പിന്നെ വൈഷ്ണവ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകീർത്തികരമല്ലേ എന്നും ഭഗവാൻ നമ്മളോട് ചോദിക്കും. അർജുനനോട് മാത്രമല്ല, നമ്മളോടും ഭഗവാൻ ഇതന്നെ ചോദിക്കും. എന്താണ് പ്രശ്നം? ഇമോഷൻസ്, വികാരങ്ങൾ. എന്താണ് വികാരങ്ങൾ? വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതേ നമ്മുടെ വികാരങ്ങളാണ്. ഭഗവത്ഗീത തുടങ്ങുമ്പോൾ അർജുനൻ വികാരാധീനനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ വികാരാധീനത എന്ന് പറയുന്നത് മാലിന്യമാണ് എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്.
അസാധാരണമായിട്ടുള്ള ഒരു ധീരൻ തന്റെ ജോലിക്ക് മടിയോടുകൂടി ചെയ്താലോ അല്ലെങ്കിൽ ചെയ്യാതിരുന്നാലോ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് അർജുനന്റെ പോലെ പറയുന്നത് നമ്മളോടും അസ്വർഗ്യം, അകീർത്തികരം, പിന്നെ അനാര്യജുഷ്ടം എന്നൊക്കെ പറയുന്നത്. നമ്മളും ഈ പ്രകാരമാണ്. എന്താണ്? നമ്മൾ എല്ലാവരും മായയോട് പൊരുതാൻ വേണ്ടിയിട്ട് ഭഗവാൻ എക്വിപ്ഡ് ആയിട്ട് അയച്ചേക്കുന്ന വ്യക്തികളോട് എന്താണ് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടവരാണ്. നമ്മൾ എല്ലാവരും പോരാളികളാണ്. ആരുടെ പോരാളികൾ? പ്രഭുപാദിന്റെ സൈന്യത്തിലെ പോരാളികളാണ്. നമ്മളുടെ ഗുരുക്കന്മാർ നമ്മുടെ ക്യാപ്റ്റൻസ് ആണ്. നമ്മൾ എല്ലാവരും കാലാൾപ്പടയോ എന്തോ ചതുരംഗപ്പടയിൽ ഏതെങ്കിലും ഒക്കെ ഒരു അംഗത്തിലുള്ള പടയാളിയായിരിക്കും. അപ്പൊ ഭഗവാൻ നമ്മളോട് ചോദിക്കുകയാണ്, നിന്റെ ഈ യുദ്ധത്തിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പടച്ചട്ടയും നമ്മുടെ വൈഷ്ണവ ഡ്രസ്സും തിലകവും അതും എല്ലാം അണിഞ്ഞിട്ട് അവസാനം മായയോട് പൊരുതാൻ വേണ്ടി വരുമ്പോഴേക്കും അയ്യോ എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ഭർത്താവ്, എന്റെ സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? അനാര്യജുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരം അർജുന എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു. എന്താണ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളോട് ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ വികാരങ്ങളെയൊക്കെ മൊത്തം അടിച്ചമർത്തണം എന്നാണോ? വികാരങ്ങൾ ഒന്നുമേ പാടില്ല എന്നാണോ പറയുന്നത്? അല്ല. വികാരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് താഴേക്കിടയിലുള്ള വികാരം. അത് നമ്മളെ എന്ത് ചെയ്യും? വലിച്ച് 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 ഭൗതികതയിലേക്ക് കൊണ്ടുപോകും. അറ്റാച്ച്മെന്റ്സ് എന്ന് പറയും. മേലോട്ട് പോകുന്ന വികാരങ്ങളുണ്ട്. അതെന്താണ്? സ്പിരിച്വൽ ഇമോഷൻസ്. ഭഗവാനെ കാണാനുള്ള, ഭഗവാനെ സേവനം ചെയ്യാനുള്ള, ഭഗവാനെ കാണുമ്പോഴും ഭക്തന്മാരെ കാണുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം, അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, ഇതെല്ലാം വന്നിട്ട് സ്പിരിച്വൽ ഇമോഷൻസ് ആണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? നമ്മളെ ബലഹീനരാക്കുന്ന താഴേക്കിടയിലുള്ള വികാരങ്ങളാണോ? നമ്മളെ ഉയർത്തുന്ന സ്പിരിച്വൽ ഇമോഷൻസ് ആണോ? ഭഗവാൻ വികാരങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് നമ്മളോട് പറയുന്നത് എല്ലാ വികാരങ്ങളെയും ത്യജിച്ച് കല്ലുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. വികാരങ്ങൾ രണ്ടു തരത്തിലുണ്ട് അല്ലേ? എന്താണ്? സ്പിരിച്വൽ ഇമോഷൻസ് നമ്മളെ ഉയർത്താൻ പ്രാപ്തമായതും, എന്ത് ഇമോഷൻസ്? ഭൗതികമായിട്ടുള്ള ഇമോഷൻസ് നമ്മളെ ബലഹീനരാക്കുന്നതുമാണ്. ആ ആത്മീയ വികാരങ്ങളെ ഉണർത്തിയെടുത്ത് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കൂ എന്നാണ് ആരോട് പറയുന്നത്? അർജുനനോട് പറയുന്നത് പോലെ നമ്മളോടും ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? 18-ാമത്തെ അധ്യായം കേട്ട് 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 നമ്മൾ അങ്ങ് എത്തുമ്പോ ഏറ്റവും അവസാനം 18-ാമത്തെ അധ്യായത്തില് 64-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വന്നിട്ട് തന്റെ ഹൃദയം തുറക്കുന്നുണ്ട്. എന്ത് തുറക്കുന്നു? ഹൃദയം. ആര് ചോദിക്കുന്നു? അർജുനനോട് പറയുന്നു, സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢം ഇതി തതോ വക്ഷ്യാമി തേ ഹിതം. എന്താണ്? ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭഗവാൻ പറയുകയാണ്, അർജുന, ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു തന്നു എന്നറിയാമോ? എന്താണ്? സർവഗുഹ്യതമം, രഹസ്യമാണ്. ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നത്. കാര്യം എന്താണ്? ശൃണുമേ വചനം മമ, ശൃണുമേ പരമം വചഃ. ഇതിനും അപ്പുറം എനിക്ക് നിനക്ക് പറഞ്ഞു തരാനായിട്ട് ഒന്നുമില്ല. എന്താണ് കാര്യം? എന്തിനാണ് അർജുന ഞാൻ നിനക്കിത് പറഞ്ഞു തരുന്നത്? നീ ഒന്ന് ചിന്തിക്കൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാതെ നിന്നോട് മാത്രം ഞാനിത് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? ഇഷ്ടോസിമേ ദൃഢം. ദൃഢം അതായത് നിശ്ചയമായിട്ടും നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന. തതോ വക്ഷ്യാമി തേ ഹിതം. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളയാള് നിനക്ക് ഹിതമല്ലാതെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമോ? ചിന്തിക്കൂ അർജുന. നമ്മളോടും ഭഗവാൻ ചോദിക്കുന്നു, എന്തിനാണ് നിനക്ക് ഇത്രയും ഭഗവത്ഗീത നിന്നോട് വായിക്കാൻ പറയുന്നത്? അതിനനുസരിച്ച് നിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറയുന്നത്? ഭഗവാൻ പറയുകയാണ്, എന്താണ്? ഇഷ്ടോസിമേ ദൃഢം ഇതി. നീ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവൻ. ഓരോ ജീവാത്മാവും ഭഗവാന് അത്രയ്ക്ക് പ്രിയപ്പെട്ടവൻ. കാരണം എന്താണ്? ഏതൊക്കെ ജീവിതത്തിൽ, ഏതൊക്കെ ശരീരത്തിൽ എവിടെയൊക്കെ അഴുക്കിയോ, പന്നിയായോ, പൂച്ചയായോ, പല്ലിയായോ, പുഴുവായോ, എവിടെ കിടന്നാലും ഒരേ ഒരാൾ മാത്രമേ നമ്മളോടൊപ്പം എന്ത് ചെയ്യുകയുള്ളൂ? അതെല്ലാം വന്നിട്ട് സഹിച്ച് നമ്മളുടെ കൂടെ ഒരിക്കലും വിടാതെ ഇരിക്കുകയുള്ളൂ. ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിൽ പോയാൽ പോലും നമ്മളുടെ കൂടെ വരും. എല്ലായിടത്തുമുള്ള ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്താണ്? സുഹൃതം.
സർവഭൂതാണ്, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. സുഹൃത്തം, ഹൃദയത്തോട് അത്ര അടുത്തിരിക്കും. നിങ്ങൾ ആരെ ആലിംഗനം ചെയ്തോളൂ, എത്ര ഇഷ്ടപ്പെട്ട ആളെ ആലിംഗനം ചെയ്തോളൂ, ഭഗവാനോട് അടുത്ത് നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് വേറെ ഒരാൾക്കും വരാൻ സാധിക്കുകയില്ല. ഭഗവാൻ പറയുകയാണ് ഇഷ്ടോസിമി, അത്രയ്ക്ക് നിന്നെ എനിക്ക് ഇഷ്ടമാണ് അർജുന. വക്ഷ്യാമി, എന്താണ് തേഹിതം, എന്റെ ഹിതത്തിന് വേണ്ടിയല്ല, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ചെയ്യൂ എന്നെനിക്ക് പറയാം. പക്ഷെ അങ്ങനെ ഞാൻ പറയുകയില്ല. കാരണം എന്താണ് അർജുന, തേ ഹിതം, നിന്റെ ഹിതം ഇതാണ്, നിനക്ക് നന്മ ഇതിലാണ്. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഭഗവാന് നമ്മളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സാധാരണ ഈ സ്നേഹം മനസ്സിലാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ തിരിച്ചു റെസിപ്രോക്കേറ്റ് ചെയ്യും. നോർമലി ഇത്രയും സ്നേഹമുള്ള ഒരാളുടെ അടുത്ത് മുഖം തിരിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ആ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രൊക്കേഷൻ ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഭഗവാൻ നമ്മളോട് പറയുകയാണ് ഇഷ്ടോസിനെ ദൃഢം ഇതി, എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലയോ ജീവാത്മാവേ, എന്റെ സ്വന്തമാണ് നീ എന്ന് പറയുന്നു. ആരോട് പറയുന്നു? ഭഗവാൻ. ശ്രീരാമചന്ദ്രമൂർത്തി ഹനുമാനോട് പറയുന്നത് പോലെ, ലക്ഷ്മണനോട് പറയുന്നത് പോലെ, ആര് ചൈതന്യ മഹാപ്രഭു ആരോട് പറയുന്നത് പോലെ, സനാതന ഗോസ്വാമിയോട് പറയുന്നത് പോലെ, ഇത് നിന്റെ ശരീരമല്ല, എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുന്നു. ഭഗവാൻ അത്രയ്ക്ക് സ്നേഹമാണ് ആരോട്? നമ്മളോട്, അർജുനനോട്. അർജുനോട് പറയുകയാണ് ഭഗവാൻ, സർവഗുഹ്യതമം ഭൂയ ശൃണു പരമം വച ഇഷ്ടോസി മേ ദൃഢം ഇതി തതോ വക്ഷ്യാമി തേ ഹിതം. ഇത് എനിക്ക് വേണ്ടിയല്ല അർജുന, നിനക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഭൗതിക വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതെ കൃഷ്ണന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ എന്ത് ചെയ്യണം? ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമായി മാറാൻ വേണ്ടിയിട്ട്, പരിശുദ്ധ ഭക്തനാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. ലാസ്റ്റ് ഒരു പാഠം കൂടി എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ ഭഗവത്ഗീത വെറുതെ ഒരു മനുഷ്യൻ, അതായത് ഈ യുദ്ധത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ടും കൂടി ആ ക്ഷത്രിയൻ എത്രയധികം എന്താണ് സത്സ്വഭാവി ആയതുകൊണ്ടാണ് ആ യുദ്ധം ചെയ്യാതെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗാന്ധീവമൊക്കെ ഇട്ടിരുന്നത്. എന്നിട്ട് നിങ്ങളുടെ കൃഷ്ണൻ എന്താ ചെയ്തത്? ആ ഇരുന്ന ആളെ കൂടി തിരികേറ്റി എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉദ്ബോധിപ്പിച്ചു. ഇതാണ് ഗീതോപദേശം പറയുന്നത്. ഇത് എവിടത്തെ ന്യായമാണ്? ഇത്രയധികം ഡാമേജസ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു അതും ആരാണത്? സ്വന്തം എന്താ കൂട്ടുകാരനാണ്. വാർത്ത എന്ന് വിളിച്ചിട്ട് സ്വന്തം കൂട്ടുകാരനാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്ക്രൂ കയറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്? യുദ്ധം ചെയ്യൂന്ന്. ഇതല്ല നിങ്ങളുടെ ഭഗവത്ഗീതയിൽ പറയുന്നത്. ചോദിക്കാറില്ല പലരും? നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പലരും നമ്മളോടേക്ക് ചോദിക്കാനും പോകുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഭഗവത്ഗീത teaches that killing is okay because the body is anyway going to die. മരിക്കാൻ പോവുകയാണ്, എനിവേ എന്തായാലും മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് കൊല്ലുന്നത് പാപമല്ല എന്ന് പറയുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത്. അതൊരു ഇൻഡിസ്ക്രിമിനേറ്റ് വയലൻസ് അല്ലേ? അതായത് അതൊരു ക്രൂര, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ കൊല്ലുവാനുള്ള ക്രൂരതയല്ലേ നിങ്ങൾക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നത്? അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അങ്ങനെ പലരും നമ്മളോട് ചോദിക്കും. എന്ത് പറയും നിങ്ങൾ? ഉത്തരം പറയും, പതിരില്ലാത്ത ആർഗ്യുമെന്റ് ആണ്. എന്താണ് പതിരില്ലാത്ത ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാല്, ശരീരം ഡിസ്ട്രക്റ്റബിൾ ആയതുകൊണ്ടല്ല ഗീത എന്ത് ചെയ്യുന്നത്? അർജുനനോട് ഭഗവാൻ ഇവരെ കൊല്ലാൻ പറഞ്ഞത്. ഈ വയലൻസ് അല്ലെങ്കിൽ ഈ ക്രൂരത ചിലപ്പോ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. ഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് ബോഡി, അതായത് ശരീരത്തിന്റെ നശ്വരതയെ മാത്രമല്ല ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്, ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് സോളും കൂടിയാണ്. എന്താണ് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് സോൾ? ആത്മാവിന്റെ അനശ്വരതയും കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും വന്നിട്ട് അർജുനന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും അർജുനനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല, അർജുനന്റെ ധർമ്മം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടർ സർജറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒരാൾ നോക്കിയിട്ട് പറയുകയാണ്, അയാൾക്ക് അനസ്തീഷ്യ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുകയാണ്.
ചെയ്യാൻ പോയി ഈ കയ്യില് എന്ത് ചതഞ്ഞരഞ്ഞ ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് പോയി, റൺ ഓവർ ഇഞ്ചുറി. ഏത് ഒരു സ്കൂട്ടർ വന്നിട്ട് കയ്യിൽ കൂടെ കയറി ചതഞ്ഞരഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല, ഈ കൈയെല്ലാം പോയി. എന്ത് സംഭവിക്കുന്നു? അതിൽ ഭയങ്കര വേദന എടുത്ത് പൊളഞ്ഞിരിക്കുമ്പോഴേക്കും ഡോക്ടർ നേരെ കൊണ്ടുപോയി കത്തി വെക്കൂലല്ലോ. എന്ത് ചെയ്യും? ആദ്യം ഒരു അനസ്തീഷ്യ കൊടുക്കും. അനസ്തീഷ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇതിനെ റിസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കും. ഇല്ല, മൊത്തം ടിഷ്യൂസും എന്ത് ചെയ്തു? ക്രഷ് ഇഞ്ചുറി ആയി. ആ നെർവ്സും പിന്നെ വെസൽസും ഒന്നും റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് ഇതിന്റെ അണുബാധ വ്യാപിച്ച് അതിന് സെപ്സിസ് ആവാതെ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള അണുബാധ ആകാതെ അയാൾ മരിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സർജൻ ഈ ഒരു കൈ മുറിച്ചു മാറ്റും. എന്ത് ചെയ്തതിന് ശേഷം? അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം. അപ്പൊ പുറത്തു നിന്ന് ഒരാൾ ചോദിക്കും, നിങ്ങളിത് മുറിച്ചു മാറ്റുന്നത് എന്തായാലും ഇയാൾക്ക് അറിയാൻ പറ്റൂല. അനസ്തീഷ്യ കൊടുത്തിരിക്കുന്ന ആൾക്ക് കൈ മുറിക്കുമ്പോ വേദന അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യണത് എന്ന് ചോദിക്കും. അത് നല്ലൊരു ആർഗ്യുമെന്റ് ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ ചെയ്യുന്നത്? വേദന അറിയാത്തത് കൊണ്ടല്ലല്ലോ അയാൾ ചെയ്യുന്നത്. ബോഡി ഡിസ്ട്രക്റ്റബിൾ ആയതുകൊണ്ടാണോ അർജുനനോട് കൊല്ലാൻ പറഞ്ഞത്? അല്ല. ബോഡി ഡിസ്ട്രക്റ്റബിൾ ആണ്, ആ സോൾ ഡിസ്ട്രക്റ്റബിൾ അല്ല. ഇത് രണ്ടും ശരിയാണ്. പക്ഷെ അർജുനനോട് കൊല്ലാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികൾ വന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭൂമിക്ക് ഭാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുലത്തിൽ അധർമ്മികൾ ജീവിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കുലധർമ്മം പോകാൻ പോകുന്നത്. അതേ കുലധർമ്മം പ്രൊട്ടക്ട് ചെയ്യേണ്ട രാജവംശമാണ് ഈ പ്രകാരം അസത് സഭയിൽ വെച്ചിട്ട് ദ്രൗപദി സ്വന്തം കുലവധുവിന്റെ വസ്ത്രം അഴിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിട്ടും ഒരക്ഷരം ആരും മിണ്ടിയില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗോവിന്ദ, മാധവ എന്നൊക്കെ വിളിക്കേണ്ടി വന്നു ദ്രൗപദിക്ക്. ഈ കുലം നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജപത്നിക്ക് അല്ലെങ്കിൽ ഒരു കുലവധുവിന് ഇങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു സ്ത്രീയുടെ കാര്യം ആലോചിച്ചു നോക്കൂ. ദുര്യോധനാദികൾ എന്ത് ചെയ്യും? രാജാവ് ഇങ്ങനെയാണെങ്കിൽ യഥാ രാജ തഥാ പ്രജ, നാളെ ഈ ആൾക്കാർ എന്ത് ചെയ്യും? അതേപോലെ എത്ര അധർമ്മം! വീട്ടിൽ തീ വെക്കുക, സ്വത്ത് അടിച്ചു മാറ്റുക, പത്നിയെ അപഹരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രസേഴ്സ് ആണ്. ആതതായിന എന്നാണ് പറയുന്നത്. ഈ ആതതായിനെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് എന്താണ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യം പകർന്നു കൊടുക്കാൻ പോകുന്നത്? ഇതാണ് റീസൺ. വേദന അറിയാത്തത് കൊണ്ടല്ല കൈ മുറിച്ചു മാറ്റുന്നത്. ആ കൈ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് അണുബാധ ഉണ്ടായി മൊത്തം പേഷ്യന്റെ വിളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർജൻ എന്ത് ചെയ്യുന്നത്? കൈ മുറിച്ചു മാറ്റുന്നത്. അപ്പൊ സർജനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സർജൻ അവിടെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. അയ്യോ, അയാളുടെ കൈയല്ലേ, അയാളുടെ കൈ അയാൾക്ക് ഉപയോഗമുള്ളതായിരുന്നില്ലേ, ഈ കൈ അവിടെ ഇരുന്നോട്ടെ, അയാൾക്ക് പേരിനെങ്കിലും ഒരു കൈ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സർജൻ ചെയ്യാതെ ഇരുന്ന സർജനെ അങ്ങനെയല്ല, ഈ കൈ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സർജനെ ഉദ്ബോധനം ചെയ്യുന്ന ഒരു സീനിയർ ഡോക്ടറുടെ രൂപത്തിലാണ് അവിടെ നമ്മൾ ആരെ കാണുന്നത്? ഭഗവാനെ കാണുന്നത്. എന്തിനാണ് കില്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത്? കൗരവന്മാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തിനു ഭീഷണിയാണ്? ധർമ്മത്തിന് ഭീഷണിയാണ്. ആ ധർമ്മം എന്ന് പറയുന്നത് ഈ അസുഖം ബാധിച്ച കൈ പോലെയാണ്. ലോകത്ത് അസുഖം ബാധിച്ച, ശരീരത്തിൽ അസുഖം ബാധിച്ച ഒരു കൈ ഉണ്ടെങ്കിൽ മുഴുവൻ ശരീരവും അതിന് എന്ത് ചെയ്യും? സഹിക്കേണ്ടി വരും. മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കും. ബാക്കിയുള്ള അംഗങ്ങൾക്കും ഒന്നും ഒരു കേടുവരാതെ പ്രവർത്തിക്കും. അയാളുടെ ജീവൻ നിലനിൽക്കും. ഇതാണ് ആ ഭഗവത്ഗീത കില്ലിംഗ് ഉദ്ബോധനം ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ സാരം. എന്താണ്? ബോഡി ഡിസ്ട്രക്റ്റബിൾ ആയതുകൊണ്ടല്ല, സോൾ ഇൻഡസ്ട്രക്റ്റബിൾ ആയതുകൊണ്ട് മാത്രമല്ല. അർജുനൻ എന്തിനാണ്? ഭഗവാന്റെ ധർമ്മത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് അർജുനനോട് ഈ ഹൃദയ ദൗർബല്യം വന്നപ്പോ കുതസ്ത്വ കശ്മലം ഇതം എന്ന് ഭഗവാൻ ചോദിക്കുന്നത്. അനാര്യജുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരമാണ് അർജുന. നമ്മളും ഇതുപോലെ ടേക്ക് ഹോം മെസ്സേജ് എന്താണ്? ആരെങ്കിലും നമ്മളെ ബോധനം ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു ഡിഗ്രി ചെരിയുമ്പോഴേ നമ്മളോട് പറയുകയാണ് യു ആർ നോട്ട് ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്, പ്ലീസ് ടേക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത് കൊണ്ട് പോയി എവിടെയെങ്കിലും പോയി പൊക്കയ്ക്കകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും നമ്മളോട് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗുരുവും നമ്മളുടെ സീനിയേഴ്സും
നമ്മളുടെ ശാസ്ത്രവും എല്ലാവരും പറയും. അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എന്താണ് ഒരു ഉപദേശം ഭഗവാൻ വന്നിട്ട് അർജുനന് ഇങ്ങനെ കൊടുക്കുന്ന, വഴക്ക് പറഞ്ഞിട്ടും കൂടി അർജുനന് നല്ലതിന് അവസാനം ഭഗവാൻ പറയുന്നു ഇഷ്ടോസിമേ ശിനുമേ വച്ച. അതാണ് അത്രയ്ക്ക് ദൃഢമായിട്ട് നമ്മളോട് അവർക്ക്, അതായത് നമ്മളുടെ ഗുരുവിനും സാധുക്കൾക്കും സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളെ ഇതുപോലെ വഴക്ക് പറയുന്നതെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു മെസ്സേജും തരാത്ത ഒരു ശ്ലോകമില്ല. A to Z 700 ശ്ലോകാസ് ഓരോന്ന് നോക്കിയാലും നമ്മൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും മെസ്സേജുകൾ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം, കമന്റ്സ്, എന്തെങ്കിലും ആഡ് ഓൺ പോയിന്റ്സ് ആർക്കെങ്കിലും? എല്ലാരും ഉറങ്ങിപ്പോയി. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു, വളരെ നന്നായിട്ട്. ആഡ് ഓൺ പോയിന്റ്സ് ഉണ്ടോ? ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യം മാതാജിക്ക് വായിച്ചതിനകത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മാതാജി പറഞ്ഞതെല്ലാം വളരെ അബ്സല്യൂട്ട്ലി വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. എല്ലാം നമുക്ക് ശരിക്കും കൃഷ്ണൻ അർജുനോട് നേരിട്ട് പറയുമ്പോൾ നമ്മളടുത്ത് പറയണ പോലെ മാതാജി പറഞ്ഞിരിക്കുമ്പോൾ അതുപോലെ തന്നെ മനസ്സിലായി. നല്ലൊരു ഇതായിരുന്നു. ടേക്ക് അവേ പോയിന്റ്സ് കുറെ കിട്ടി. നല്ല താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വളരെ പവർഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്, വളരെ എനർജറ്റിക് ആയിരുന്നു. മാതാജി അതിൽ ഫുൾ ലയിച്ചിട്ട് പറയണ പോലെ തോന്നി. വളരെയധികം ഈ ഒരു ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഐശ്വര്യ മാതാജിയോടും ഗതാമൃത പ്രഭുവിനോടും നീലമാധവ് സത്സംഗത്തിൽ എല്ലാ ഭക്തന്മാരോടും വളരെയധികം നന്ദിയുള്ളവളാണ്. ഭക്തിശാസ്ത്രി കഴിഞ്ഞു, ഒരു കാര്യം ഭക്തിശാസ്ത്രി കഴിഞ്ഞു, ഭഗവത്ഗീത A to Z അതിനകത്തും പഠിപ്പിച്ചു. ആ സമയത്ത് നല്ലോണം പഠിച്ചു. പക്ഷെ അത് ഈ പ്രകാരം വീണ്ടും 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 നമ്മള് പിന്നെ റിവ്യൂ ചെയ്യുമ്പോൾ ഓരോ ദിവസവും പുതിയ പോയിന്റ്സ് കിട്ടുന്നത് എനിക്ക് പോലും അറിയുന്നില്ല. അതായത് പണ്ട് ഞാൻ ആ ശ്ലോകത്തിനെ മനസ്സിലാക്കിയിരിക്കുന്ന, അതിന്റെ കണക്ഷൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു ഇതുപോലെയല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടെ ഡീപ്പാണ്. ഇതൊക്കെ നിങ്ങളുടെ കാരുണ്യമാണ്. താങ്ക് യു ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാജി അത്രയും സ്റ്റുഡിയസ് ആണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് മാജിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് മാജി. ഹരേ കൃഷ്ണ. അത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല മാജി, അതൊക്കെ ഭഗവാന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകിയില്ലെങ്കിൽ 1000 പേര് മാതാജിക്ക് നൽകും. കാരണം മാതാജിയുടെ സ്റ്റഫ് ഉണ്ട്, ഭക്തിയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, സിൻസിയാരിറ്റി ഉണ്ട്. അപ്പോ നമ്മള് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉടനെ വേറെ ആൾക്കാരെ നല്ലൊരു സംഭവമാണ് പ്രഭു. ഞാൻ ഇത് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഭഗവത്ഗീതയ്ക്കകത്ത് എന്ത് മനസ്സിലാക്കാനും, എപ്പോഴും അത് നമ്മുടെ അജ്ഞതയാണ്. എന്താണ് ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് ഒരു പ്രാവശ്യം വായിക്കുമ്പോഴും ഇനി ഒരു പ്രാവശ്യം വായിച്ച ഇനി പ്രഭു അടുത്ത ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെന്നെങ്കിലും ഒക്കെ റിസർച്ച് ചെയ്തിട്ട് ഇനി പുതിയ പോയിന്റ്സ് കണ്ടുപിടിക്കും. അതായത് ആയതുകൊണ്ടോ ഒരു ഇതുള്ളത് കൊണ്ടോ അല്ല, അതെന്താണ്, അതൊരു മേഴ്സിയാണ്. സാധുക്കളും പിന്നെ ഗുരുവും തരുന്ന മേഴ്സിയാണ്. കാരണം ഇത് വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ ലൈഫിൽ വരുന്ന ഒരു മേഴ്സിയാണ് ഇതെന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസം. 100%. മാതാജി ഒരു സന്തോഷ വാർത്ത പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ വൃന്ദാവൻ ഡാമിലുള്ള ഇസ്കോണിന്റെ സൈറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് വൈകുന്നേരം 5 മുതൽ 6 മണി വരെയാണ് ഭഗവത്ഗീത ക്ലാസ് ഉള്ളത്. ഓക്കെ, അങ്ങനെ ഓരോ 2 വർഷം കൂടുന്തോറും അവർ ഭഗവത്ഗീത ഒന്നേന്ന് തുടങ്ങും. കാരണം 2 വർഷം കൊണ്ട് ഭഗവത്ഗീത ഓർത്തുകൊണ്ട് കഴിയും. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ക്യൂരിയസിറ്റിയോട് കൂടി ആദ്യത്തെ വർഷം തുടങ്ങിയ ഭഗവത്ഗീത യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് എടുത്ത് കേട്ടു നോക്കി. എന്നിട്ട് അത് 2 വർഷം കഴിഞ്ഞ് മറ്റൊരു ആള് അതേ ശ്ലോകത്തിന് എടുത്ത ക്ലാസ്സും ഞാൻ കേട്ടു നോക്കി. അതിനുശേഷം വീണ്ടും 2 വർഷം കഴിഞ്ഞ് അതേ ശ്ലോകത്തിന് മറ്റാൾക്കാർ എടുത്ത ക്ലാസ്സും കേട്ടു നോക്കി. ശരിക്കും ഓരോ പ്രാവശ്യവും ആ ക്ലാസ്സിൽ വളരെ ആനന്ദകരവും ഗംഭീരവുമായിരുന്നു.
ആദ്യത്തെ ക്ലാസ് പറഞ്ഞതേ അല്ല രണ്ടാമത്തെ ഒരു 2 വർഷം കഴിഞ്ഞ് എടുക്കുമ്പോൾ ആള് പറഞ്ഞത്. അപ്പൊ അതിലൊരു ശരിയാണ്. ക്യൂരിയോസിറ്റി വന്നു. അതെ മാതാജി, അത് ഞാൻ ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കേട്ട് നോക്കിയത് ഭഗവത്ഗീത class.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ശ്രീമദ് ഭാഗവത്.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ ഭഗവത്ഗീത.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അതിൽ ഇസ്കോണിന്റെ യൂട്യൂബ് ചാനൽ വരുന്നതിന് മുമ്പ് വരെയുള്ള റെക്കോർഡിങ്സ് എല്ലാം ലോകമാകമാനം നടന്നിരുന്നത് ഇതായിട്ടാണ്, ഓഡിയോ റെക്കോർഡിങ്സ് ആയിരുന്നു. യൂട്യൂബ് വന്നതിന് ശേഷം കൂടുതലും വീഡിയോ റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ശ്രീല പ്രഭുപാദന്റെ കാലത്തും അതിനുശേഷമുള്ള ആൾക്കാരുടെ ഒക്കെയുള്ള ഭഗവത്ഗീത ക്ലാസ്സുകളും അതിൽ അവൈലബിൾ ആണ്. ഫോർച്ചുനേറ്റ്ലി അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത സ്ഥലത്ത് എടുത്ത ക്ലാസ്സുകളെല്ലാം ഡേറ്റ് വൈസ് ആയിട്ടല്ല, ശ്ലോക വൈസ് ആയിട്ടാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് 1-ാം അധ്യായം 1-ാം ശ്ലോകത്തിന് സിഡ്നിയിൽ നടന്ന ക്ലാസ്, അമേരിക്കയിൽ നടന്ന ക്ലാസ്, ഇന്ത്യയിൽ എവിടെയെങ്കിലൊക്കെ നടന്ന ക്ലാസ്, ഇതെല്ലാം ശ്ലോക വൈസ് അതിനെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ 1-ാം ശ്ലോകം 1:1 ഈ ലോകത്തില് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, അതൊരു വലിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. കാരണം ഒരു ശ്ലോകത്തിന് തന്നെ ഇത്രമാത്രം ആംഗിളിൽ നിന്നും ഇത്രമാത്രം ഡിവോട്ടീസ് ക്ലാസ് എടുക്കുന്നത് കണ്ട് ശരിക്കും നമ്മൾ സന്തോഷിക്കാൻ കഴിഞ്ഞു മാതാജി. അപ്പൊ മാതാജി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യവും ഒരേ ആൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരേ ശ്ലോകത്തിന് തന്നെ ഓരോ ഡിവോട്ടി പല അവസരങ്ങളിൽ പല സ്ഥലത്ത് വെച്ച് എടുത്ത ക്ലാസ്സും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവര് ഒരിടത്തും അവര് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവരെല്ലാം വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ വേറെ പല ആംഗിളിൽ നിന്നാണ് ആ ശ്ലോകത്തിനെ നോക്കി കാണുന്നത്. അത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് മരിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഗംഭീരം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കമന്റ്സോ വല്ലതും? വേറെ ക്ലാസ് ഉണ്ടോ മാജി 8 മണിക്ക് ഇനി? മാതാജി ഇല്ല, ഇന്ന് ഒരു മഹാഭാരതം തുടങ്ങിയില്ലേ പ്രഭു? ഇന്നുണ്ടായിരുന്നില്ലേ ക്ലാസ്? ചൊവ്വയും വെള്ളിയല്ലേ? ആണ് മാതാജി, അത് 6 മുതൽ 7 മണി വരെയാണ്. ഓ ശരി, 6 to 7 ആണ്. അതെ, 6 മുതൽ 7 മണി വരെയാണ്. അപ്പൊ 8 മണി മുതൽ ഫ്രീ ആണ്, നമുക്കത് ഒന്ന് ആലോചിക്കാവുന്നതാണ്, എന്തെങ്കിലും ഒരു ക്ലാസ്. നന്ദി മാതാജി, സ്വാഗതം. മഹാഭാരതം എവിടെ വരെ എത്തി പ്രഭു തുടങ്ങിയിട്ട്? മാതാജി ഇപ്പോ അറ്റ് പ്രസന്റില് നമ്മുടെ ശാന്തനുവിന്റെ ജനനം വരെ എത്തിയിട്ടുണ്ട്. ഓ, അവിടെ വരെ എത്തിയോ? കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. 2 ക്ലാസ് ആയതുകൊണ്ട് ശാന്തനുവിന്റെ ജനനം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും പുറകോട്ട് പോകാൻ ചാൻസ്. ഡീറ്റെയിൽഡ് മഹാഭാരതത്തിന്റെ അകത്ത് മറ്റേ ആദിപർവത്തിന്റെ അകത്ത് ഈ ലീനേജിന്റെ ഇത് തുടങ്ങുന്നതിന് മുന്നേ പരീക്ഷിത് മഹാരാജാവിന്റെ ഭാഗവതത്തിന്റെ അവസാനം അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്യുന്നത് പോലെയാണെന്ന് തോന്നുന്നു. ആദിപർവം, അനുക്രമണിക പർവം എന്ന് പറഞ്ഞിട്ട് അവിടെ ഗരുഡോത്പത്തിയും സർപ്പങ്ങളുടെ ശാപവും ജനമേജയ സത്രവും അതുമൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇൻക്ലൂഡഡ് അല്ലേ അപ്പൊ ഇതിന്റെ അകത്ത്? ആണ് മാതാജി, ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളും കൂടെ പ്രഭു എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങ് വന്നതാണ്, വീണ്ടും തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ വന്നാലും മാതാജിയുടെ ഒരു എപ്പിസോഡും തുടങ്ങിയിട്ടുണ്ട്. മാതാജിയുടെ എപ്പിസോഡും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ അത് കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വായിച്ചെത്തിയത് ഇവിടെ വരെയാണ്. സൗപർണികം, അതായത് ഗരുഡോത്പത്തി, മറ്റേ പാലാശ് മദനത്തിന് ശേഷം ഗരുഡോത്പത്തിയും പിന്നെ സർപ്പങ്ങളുടെ ശാപവും ജനമേജയ ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. പരീക്ഷത്തിന്റെ കഥയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. എനിക്ക് തോന്നുന്നു അഗിഞ്ചന പ്രഭു എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് അതെ, നമുക്ക് സെപ്പറേറ്റ് എപ്പിസോഡായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാജി ഞാൻ നേരിട്ട് സംസാരിക്കാം. മാജി ദയവായി നമുക്കത് ആലോചിച്ചിട്ട് നമുക്ക് ഒരു മാതാജിയുടെയിലും നല്ല കുറച്ച് പോയിന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഡിവോട്ടീസിന് കിട്ടട്ടെ. ഞാൻ മാജിയെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ ആ, കൃഷ്ണ. ഈ മഹാഭാരത പുസ്തകം ഉണ്ടോ കയ്യില്? എന്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ മഹാഭാരതം ആഖ്യാനമാണ് ഇംഗ്ലീഷിലുള്ളത്. പിന്നെ ഉള്ളത് പ്രഭു പറഞ്ഞിട്ട് ഒരു DC ബുക്സിന്റെ പ്രകാശം എന്ന് പറയുന്ന ഒരു സാർ എഴുതിയ ഒരു ഇതുണ്ട്. അതിന്റെ അവതാരിക അതും ഇതൊന്നും വായിക്കാൻ പോകരുത്. അത് മായാവാദമാണ്. പക്ഷെ ആഖ്യാനം കഥ അത് അതേപടി തന്നെയാണ്. എനിക്ക് പിന്നെ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ഇത് കഥ മാത്രമാണ്. ജസ്റ്റ് അത് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനത് വായിക്കുന്നത്. മറ്റേ വ്യാസ മഹാഭാരതം എന്നാണ് അതിന്റെ പേര്. അതാണ് ഞാനിപ്പോ അത് 6 പുസ്തകമുണ്ട് പ്രഭു. അത് പർവ്വങ്ങളെ 18 പർവ്വങ്ങളെ 6 ബുക്കുകൾക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പർവ്വമാണ് ഇപ്പൊ അനുക്രമണിക പർവ്വം എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങി. ഒരുപാടുണ്ട്, വലിയ പുസ്തകമാണ്. അത് വായിച്ചെടുക്കാൻ സമയമെടുക്കും. മലയാളമാണ്. പ്രഭുവിന് മഹാഭാരതം ഇംഗ്ലീഷ് വായിക്കണം എന്നുണ്ടെങ്കിൽ സംക്ഷിപ്തമായിട്ട് വായിക്കാൻ പറ്റിയത് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ. ഈ പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് പർപ്പൊട്ടും കൂടി ഉണ്ട്. പ്രഭുപാദ് നമുക്ക് തരുന്നത് പോലെ നമ്മൾക്ക് ആ ഒരു സ്റ്റോറിക്കകത്തുനിന്ന് മനസ്സിലാക്കാം. വെറുതെ സ്റ്റോറി വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ആ സ്റ്റോറിക്കകത്തുനിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ചെറിയ ഒരു ഡിസ്കഷനും കൂടിയുണ്ട്. അത് ആ പുസ്തകത്തിന്റെ ഹൈലൈറ്റ് ആണ്. പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ മഹാഭാരതം അത് ഇത്രയുള്ള ഒരു ബുക്കാണ്. നമുക്കറിയേണ്ടുന്ന കാര്യമൊക്കെ അതിനകത്തുണ്ട്. വലിയ റിസർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും. പക്ഷെ അത് ഗദ്യത്തിലുള്ള ഗദ്യം. അതെ, ശ്ലോകങ്ങൾ ഒരുപാടുണ്ട് പ്രഭു. 1,10,000 ശ്ലോകങ്ങളാണ്. അത് നമുക്ക് വായിച്ചു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ആരുടെ അടുത്തെങ്കിലും കയ്യിലുണ്ടോന്ന് അറിയാൻ വേണ്ടി ചെറുക്കതാണ്. ഉണ്ട്, കയ്യിലുണ്ട്. ശ്ലോകങ്ങളില്ല, ഗദ്യം മാത്രം. ശ്ലോകം പക്ഷെ PDF ഓൺലൈനിൽ കിട്ടും. നമുക്ക് എന്തെങ്കിലും നമുക്ക് റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാൻസ്ക്രിറ്റ് ശ്ലോകം നമുക്ക് PDF ആയിട്ട് ഓൺലൈനിൽ തന്നെ കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യാം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഇംഗ്ലീഷിലെ ഒരുപാട് ഭാഷകൾ അവൈലബിൾ ആണ്. ഡിവോട്ടീസ് പണ്ട് വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബുക്ക് എന്ന് പറയുന്നത് ഗാംഗുലി എന്നുള്ളൊരു ഒരാൾ എഴുതിയ ഒരു പുസ്തകം PDF ഫോർമാറ്റിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അന്വേഷിച്ച ഒട്ടുമുക്ക സീനിയർ വൈഷ്ണവരും ഗാംഗുലിയുടെ ഇംഗ്ലീഷിലുള്ള മഹാഭാരതം വായിച്ചവരായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗാംഗുലി അതിൽ അത്യാവശ്യം ഡിവോട്ടീസിന് കൊള്ളാവുന്ന ഒരു ഭാഷമാണെന്ന് പലരും സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, നെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് പൂർണ്ണപ്രജ്ഞദാസ് എന്ന് പറഞ്ഞ് പ്രഭുപാദിന്റെ ആണെന്ന് തോന്നുന്നു ഒരു ഡിസേബിള് അല്ലെ മാതാജി? പ്രഭുപാദിന്റെ ഡിസേബിൾ അല്ലേ അദ്ദേഹം? ഓക്കെ. എന്തായാലും ഇസ്കോൺ പരമ്പരയിൽ വരുന്ന ഒരു ഡിവോട്ടി മാതാജി പറഞ്ഞതുപോലെ പർപ്പട്ടടക്കം നന്നായി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് അത്യാവശ്യം മഹാഭാരതത്തിൽ നമുക്ക് എന്തൊക്കെ എടുക്കാവുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിൽ അത്യാവശ്യം പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ പുസ്തകമാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. മാതാജി ഓക്കെ മാതാജി. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ മാതാജി. താങ്ക് യു മാതാജി. ദണ്ഡോത്പ്രണാം. താങ്ക് യു മാതാജി.